ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പിസ്ത കൊണ്ടുള്ള കേക്കാണ്. അപ്പോൾ 1 കിലോയുടെ പിസ്ത കേക്കാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഡിസൈനുകൾ പിസ്ത കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ എടുത്തു വെച്ച ഡിസൈനുകളാണ്, അതും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് അതിന് മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി സ്റ്റാൻഡ് മിക്സറിലേക്ക് ഞാൻ ചെറിയ 4 മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ മുട്ടയാണെങ്കിൽ 3 എണ്ണം മതിയാകും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര, അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഒരു വൈറ്റ് കളറിലേക്ക് മാറി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ വൈറ്റ് കളറായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് സ്റ്റാൻഡ് മിക്സർ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് അരിച്ച് മാറ്റി വെച്ച പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ ബ്ലേഡ് മാറ്റി കൊടുക്കുകയാണ്. പിന്നെ ഇതിലിട്ടിട്ട് ചെയ്യണില്ലെങ്കിൽ ഒരു സ്പാറ്റില വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ചെറിയ സ്പീഡിലിട്ടിട്ട് ചെയ്താൽ മതി. സാവധാനം യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഇടയിലായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. എപ്പോഴും ലാസ്റ്റ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റാൻഡ് മിക്സർ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടൈഗറിൻ്റെ പിസ്ത മിക്സാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറും കളറും അനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചിലർ കളർ ചേർക്കും, ഞാനിപ്പോൾ ഇവിടെ കളറൊന്നും ചേർക്കണില്ല. ഇനി ഇതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ സാവധാനത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഈ മുട്ടയൊക്കെ പൊങ്ങി വന്നത് താഴ്ന്നു പോവും. അപ്പോൾ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് കേക്കിന് ഹൈറ്റും കുറവായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബേക്കിംഗ് ടിന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൽ ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം സ്റ്റൗവിലാണെങ്കിൽ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. അതല്ല ഓവനിലാണെങ്കിൽ 150 ഡിഗ്രിയിൽ 25 മിനിറ്റ് വെച്ച് കൊടുക്കുക. ഓരോ ഓവനനുസരിച്ചും ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ ഇത് സ്റ്റൗവിലാണ് വെച്ച് കൊടുത്തത്. പിന്നെ കുറേ കേക്കിനൊക്കെ ഓർഡർ കിട്ടുന്ന സമയത്ത് സ്പഞ്ച് ഒരു ദിവസം ഇതുപോലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഐസിങ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു 4 എണ്ണം സ്പഞ്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തതിന് ശേഷം പിന്നെ ഒരു കവറിൽ ഒന്നിച്ചിങ്ങനെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യൽ. അങ്ങനെ വെച്ചാൽ ഈ സ്പഞ്ചിന് ഒരു കുഴപ്പമൊന്നും ഉണ്ടാവലില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷെ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് നന്നായിട്ട് ഫ്രഷ് ക്രീം ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് മെൽറ്റ് ചെയ്തെടുത്താലും മതി. ഇനിയിപ്പോൾ കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഞാനിത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് സ്പഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കളറ് കുറച്ച് കുറവാണ്, പക്ഷേ കളറ് ഇത്ര മതി എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം
ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഞാൻ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഷുഗർ സിറപ്പിൽ കുറച്ച് ടൈഗറിൻ്റെ മിക്സും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിന് ഒരു പച്ച കളറ് കാണുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെച്ചതിലും കുറച്ച് ടൈഗറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊരു പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ ഗണാശ തയ്യാറാക്കിയതിൽ നിന്നും കുറച്ച് ഒഴിച്ച് കൊടുത്താലും മതി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ പിസ്തൊക്കെ വെച്ച് കൊടുക്കുക. അതൊക്കെ റേറ്റിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ട് അതേപോലെ തന്നെ വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും വെച്ച് കൊടുത്തതിന് ശേഷം മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വിപ്പിംഗ് ക്രീം മുകളിൽ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ സൈഡ് ഭാഗത്തും വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലൊരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് ലെവലായി കിട്ടും. അതേപോലെ തന്നെ അതിൻ്റെ മുകളിലും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതൊന്ന് റെഡി ആയതിനു ശേഷം ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് രണ്ടാമതൊന്നും കൂടെ ഇതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ലെവലാക്കി കൊടുക്കണം. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ഭാഗത്തൊക്കെ ഒന്നും കൂടെ ലെവലാക്കി കൊടുക്കുക. ഇപ്പോൾ ദാ നന്നായിട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് ചോക്ലേറ്റ് ഗണാശ ഒഴിച്ച് കൊടുക്കേണ്ടത്. എങ്കിലേ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഈ ഗണാശ തയ്യാറാക്കിയതിന് ഇളം ചൂട് വേണം. അങ്ങനെ വേണം ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഇത് ആദ്യം ഉണ്ടാക്കി വെച്ചതുകൊണ്ട് തന്നെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്നും കൂടി തിളച്ച വെള്ളത്തിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു കഷ്ണം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ചധികം ഗണാശ തയ്യാറാക്കി വെച്ചിരുന്നു. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതിലേക്ക് പിസ്തയുടെ ആ മിക്സും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗണാശയ്ക്കും കൂടെ ആ ഒരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ ഗ്രീൻ കളറും കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്നും കൂടെ മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ഈ ഒരു ഇളം ചൂടോടെ വേണം ആ നല്ല തണുത്ത കേക്കിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാനിതിൻ്റെ പകുതി ഭാഗത്ത് മാത്രമാണ് ഈ ഗണാശ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇളം ചൂടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒലിച്ചിറങ്ങും. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതുപോലൊരു ഡിസൈന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കളർ ചേർത്തിട്ടില്ല. പിന്നെ ഇതിൽ ഈ ഗ്രീൻ കളർ അത്ര തന്നെ കളർ തോന്നിക്കണില്ല. കാരണം ഇതിൻ്റെ മുകളിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് അതിൻ്റെ കളർ ഇങ്ങനെ കുറഞ്ഞതാണ്. അത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് മനസ്സിലായത്. ഇനി ഇതിൻ്റെ ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കണം. എന്നിട്ട് ഞാനിതിൽ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് സിൽവർ കളറ് ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ കുറേശ്ശെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു സ്ക്രാപ്പറിൻ്റെ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പുറത്തേക്കൊന്നും ആവാതെ നിൽക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് അതിൻ്റെ മുകളിലും കുറച്ച് സിൽവർ ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഡിസൈന് കാണാൻ. ഇത് ഞാൻ പല പ്രാവശ്യം ചെയ്തതായതുകൊണ്ട് പല ഡിസൈനുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കേക്കിൻ്റെ മുകളിലുള്ളത് വിപ്പിംഗ് ക്രീം 2 കളറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്.